ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം എനിക്ക് കാലഘട്ടമൊക്കെ വെച്ച് മാച്ച് ചെയ്യുമ്പം സാധ്യത ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ നടൻ ജയനും നിങ്ങളും കൂടെ ഫംഗ്ഷന് പോയിട്ടുണ്ട്, പരിപാടിക്ക് പോയിട്ടുണ്ട്, സൈനികയുടെ കൂടെ പോയിട്ടെന്ന് കേട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ്? കാരണം 80-ലല്ലേ ഈ മിമിക്രി വന്നുള്ളൂ. ഒരുപാട് പ്രായമായി പുള്ളിക്ക്. അല്ല, ഞാൻ പറയുന്നത് എന്റെ ഊഹം ശരിയാണ്. 80-ല് ജയൻ സാർ മരിച്ചു. 81-ലാണ് ഈ കലാഭവന്റെ പരിപാടി തുടങ്ങുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ കലാഭവനിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ അതിന് മുമ്പ് മാട്ടാന്ന് പറയും, അറിയാലോ? ഞാനും പ്രസാദും കൂടെ മാട്ട പോകുമായിരുന്നു. പിന്നെ ഞാനൊരു ജോർജും കൂടെ പോകുമായിരുന്നു. ഓ, അപ്പൊ ഇത് ഔദ്യോഗികമായിട്ടൊരു ട്രൂപ്പ് വരുന്നതിന് മുമ്പ് പോയിരുന്നു പഠിച്ചിട്ട്. അതുപോലെ ഞാനും സൈന്യത്തിനും കൂടെ പോകുമായിരുന്നു. അതെവിടെയെന്നറിയോ? കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ. അവിടെ എനിക്കും സൈന്യത്തിനും കൂടെ മിമിക്രി പരിപാടി കിട്ടി. അപ്പം അന്ന് അവിടെ ചീഫ് ഗസ്റ്റ് ഉണ്ണിമേരിയെ ട്രൈ ചെയ്തവർ. പക്ഷെ ഉണ്ണിമേരിയെ കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 2-3 സിനിമയിൽ അഭിനയിച്ച ഒരാളുണ്ട്. പുള്ളി JC-യുടെ ശാപമോക്ഷം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചമിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയൻ ആണ് അന്നത്തെ അവരുടെ ചീഫ് ഗസ്റ്റ്. നായകനായിട്ടില്ല. ശാപമോക്ഷത്തിലൊക്കെ ചെറിയ വേഷം വെച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും സൈന്യത്തിനും ഇങ്ങനെ പരിപാടിക്ക് കൊണ്ട് ഞാൻ റഹ്മാനും കൂടെ പോകും. അങ്ങനെയൊക്കെ കാലഘട്ടമാണ്. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾ 3 പേരും പോകേണ്ടത്. അപ്പോൾ അവർ 2 കാറുണ്ടായിരുന്നു. ഒന്നിൽ ജയനും സൈന്യത്തിനും കൂടി, ഒന്നിൽ ഞാനും. അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ന് കോലഞ്ചേരി പോകുമ്പോൾ വനമാണ്, വനപ്രദേശം പോലെയാണ്. അപ്പുറം ഭയങ്കര കാടാണ്. പോയി ഒരു വളവൊക്കെ ഉണ്ട്. ഈ വളവ് എത്തുമ്പോൾ ഞാൻ നോക്കൊണ്ട് ജയൻ കാറിലിരുന്ന് എൻ്റെ അടുത്ത് ടിഷിങ്. അപ്പം ഞാൻ താന്ത് കൊടുത്ത് കുറച്ച് ഞാനടിച്ചു. CID നസീറിൽ, പ്രേം നസീറിൻ്റെയൊക്കെ സിനിമയെ കാണാൻ അവർ ഞാനടിക്കും. പിന്നെ സൈനിക വെടിയൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജയൻ അന്ന് സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ജയൻ അന്ന് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ണിമേരി വരുമെന്നാണ്, പകരം ഈ മസിലൊക്കെ ഉള്ള ഞാനായിപ്പോയി വന്നത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഞാൻ ജയനെ കാണിക്കുമായിരുന്നു പണ്ട് മിമിക്രിയിൽ. ഇന്നിപ്പോ കാണിച്ച ഇവൻ ചിലപ്പോ ജയനെ കാണിക്കാൻ പോകും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ആലുവയിൽ ഞങ്ങള് പ്രോഗ്രാമിന് പോവുക. അപ്പൊ ഞാൻ പിടിച്ച പ്രോഗ്രാം റഹ്മാനാണ് ജയനെ അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അൻസാറിനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് എനിക്ക് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. പുള്ളി അപ്പോൾ ഞാൻ ചെയ്യാം 2 തർക്കമാണ്. പുള്ളി നേരെ സ്റ്റേജിൽ അടുത്തതായിട്ട് മലയാള സിനിമയിലേക്ക് എത്തിച്ചേരുന്ന താരം ശ്രീ ജയൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി കയറി ജയൻ. അത് കഴിയുമ്പോൾ അൻസാർ വന്നിട്ട് ഇനി മറ്റൊരു ജയൻ കാണിച്ച് ഒരേ സ്റ്റേജിൽ. അന്ന് മുതൽ പിന്നെ ഞാനാണ് ജയനെ കാണിക്കുന്നത്. ആക്ഷൻ അടക്കം, ശബ്ദം അടക്കം. ജയന എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കളിച്ചു നടന്നിരുന്ന ആള് ഞാനാണെന്ന് തോന്നുന്നു. വിത്ത് കോസ്റ്റ്യൂമോ? വിത്ത് കോസ്റ്റ്യൂം ഒന്നുമില്ല. പുള്ളി എന്ത് ചെയ്യുന്നത് അന്ന് ഈ ഒരൊറ്റ ജുബേ ഉള്ളൂ. അല്ല പുള്ളി ചെയ്യുന്നത് ഈ ജുബയില്ലേ, ജുബ ഇഞ്ചി ഇങ്ങനെ മടക്കി ചെയ്യും. കറക്റ്റ് ഓർമ്മ ഉണ്ടല്ലേ? ജുബ ഇങ്ങനെ മടക്കി വെക്കും, ഇൻസൈഡ് മതി.